ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നൂറുമേനയുടെ ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് 8 തീയതി ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഈശോ കടലിന് മീതെ നടക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. നമുക്കറിയാം, ഈശോയുടെ ശിഷ്യന്മാര് ഒരു കടലിൽ ആയിരിക്കുകയും അവിടെ വെച്ച് വലിയ തിരമാലകൾ ഉണ്ടാവുകയും ഈശോ കടലിന് മീതെ നടന്നു വരുമ്പോൾ പത്രോസ് ദൈവത്തിനാണെങ്കിൽ ഞാനും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അടുത്തേക്ക് വരികയും ചെയ്യുന്ന ഭാഗം. ഏറ്റവും ഒടുവിൽ അവൻ മുങ്ങിത്താഴുമ്പോൾ ഈശോ കരം പിടിച്ചുയർത്തുന്ന ഭാഗം. ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഈ സുവിശേഷം നമ്മളോട് എന്താണ് എന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. ഇന്ന് സുവിശേഷത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മത്തായി സുവിശേഷകൻ ഈ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈശോ ദൈവത്തിനാണ്, അവന് പ്രകൃതിയുടെ മേലിൽ പോലും ആധിപത്യമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ദൈവശാസ്ത്രജ്ഞന്മാര് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ദൈവമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി, ഈ പ്രപഞ്ചത്തിന് മുകളിൽ അവന് ആധിപത്യമുണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി പല ബൈബിൾ വചനങ്ങളും ബൈബിൾ ഭാഗങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ജോബിന്റെ പുസ്തകത്തില് 9 അധ്യായം 8 വാക്യത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: അവൻ സമുദ്രത്തിന്റെ മുകളിൽ നടക്കുകയും ചെയ്യുന്നുവെന്ന്. ദൈവമാണ് സമുദ്രത്തിന്റെ മുകളിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് സുവിശേഷത്തില് ഈശോയെ അവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത് അവൻ ദൈവമാണ് എന്ന് തന്നെയാണ്. രണ്ടാമതായിട്ട് പത്രോസ് അവൻ്റെ പക്കലേക്ക് വരികയും ശിഷ്യന്മാർ അവനെ കാണുകയും ചെയ്യുമ്പോൾ അവർ ഭയപ്പെടുമ്പോൾ ഈശോ പറയുന്നൊരു വാചകമുണ്ട്: ഞാനാണ്, ഭയപ്പെടേണ്ട. അതായത് ഈ വാക്ക് നമ്മൾ കാണുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 3 അധ്യായം 14 വാക്യത്തിലാണ്. എന്താണ് ദൈവത്തിൻ്റെ പേര് എന്നവർ ചോദിക്കുമ്പോൾ ഞാൻ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നത് ഞാനാണ് എന്നാണ്. അതായത് ഈഗോ എയ്മി എന്ന ഒരു ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം ദൈവം തന്നെയാണ്. അതിന് പ്രത്യേകമായിട്ട് നിങ്ങൾ ഒരു പേരോ അല്ലെങ്കിൽ ഒരു വാചകമോ കൊണ്ട് വിവരിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ക്രിസ്തു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനാണ്, ഭയപ്പെടേണ്ട. ഐ ആം യുവർ ഗോഡ് എന്ന് തന്നെയാണ് ഈശോ അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് ഈശോ ഈ കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച് തോണിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ ആരാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ജീവിതത്തിലുടനീളം ഈശോയുടെ പ്രവൃത്തികൾ കണ്ടിട്ടും പല രീതിയിൽ ഈശോ സംശയിച്ച ആളുകൾ അവൻ ദൈവമാണ് എന്ന് വിശ്വസിച്ചു പോയത്, അവനെ സ്വീകരിച്ചത്, ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഈശോ വള്ളത്തിലേക്ക് കയറി കഴിയുമ്പോൾ ശിഷ്യന്മാർ അവനെ ആരാധിക്കുന്നു. ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ കഴിയുമ്പോഴും ഈശോയുടെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് നീ ദൈവമാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ സുവിശേഷത്തിൽ ഈശോ ദൈവത്തിനാണ്, ദൈവമാണ് എന്ന് ചൂണ്ടിക്കാതിനോടൊപ്പം തന്നെ മനുഷ്യൻ എപ്രകാരമാണ് ഇപ്രകാരമുള്ള ഒരു അത്ഭുതത്തെ സ്വീകരിക്കേണ്ടതെന്ന് വ്യക്തമായി പറയുന്നു. സുവിശേഷം തുടക്കത്തിൽ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 22 വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്: ഈശോ മറുകരയിൽ പോകുവാൻ അവരെ നിർബന്ധിച്ച് അയക്കുന്ന ഈശോ. God is asking us to take risk. അതാണ് നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് എത്രയോ ആശ്വാസം നൽകുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷം എന്ന് നിങ്ങൾക്കറിയാമോ? ഈശോ തന്നെയാണ് അവരെ നിർബന്ധിച്ച് ഈ കടലിന് മുകളിലൂടെ പോകുവാൻ, മറുകരയിലേക്ക് പോകുവാൻ പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ ദൈവം ഓരോ പദ്ധതികളും നമുക്കായി ഒരുക്കി വെച്ചുകൊണ്ട് ഒരു പക്ഷേ നടുക്കടലിലേക്ക് നമ്മളെ തള്ളിവിടുന്നതായി തോന്നാം. പക്ഷേ
ഈ പ്രശ്നങ്ങളൊന്നും ദൈവത്തിന് മുമ്പിൽ ഒരു വലിയ പ്രശ്നമല്ല എന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ആധ്യാത്മികത. രണ്ടാമതായിട്ട് പത്രോസ് മുങ്ങിത്താഴുമ്പോൾ ഈശോ കൈ നീട്ടിക്കൊണ്ട് അവനെ പിടിക്കുന്നതായിട്ട് നമ്മൾ ബൈബിൾ വായിച്ച് കേൾക്കുന്നുണ്ട്, സുവിശേഷത്തിൽ വായിച്ച് കേൾക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ നീട്ടിയ കൈ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ്. ദൈവത്തിൻ്റെ നീട്ടിയ കൈ എപ്പോഴും ഒരു അമ്മയുടെ സുരക്ഷിതത്വം അവന് നൽകണം. ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അമ്മയുടെ കൈ എന്ന ഒരു കവിതയുണ്ട്. അതിലെ വരികൾ ഇപ്രകാരമാണ്: എൻ്റെ മുടിയിൽ തലോടിയപ്പോൾ വിശപ്പ് മാറിയില്ല, പക്ഷേ വിശപ്പ് മറന്നുള്ള ഒരു വഴിയുണ്ട് എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ അമ്മയുടെ കൈ എൻ്റെ തോളിൽ വെച്ചപ്പോൾ ലോകം മാറിയില്ല, പക്ഷേ ലോകത്തെ നേടാനുള്ള ഒരു ശക്തി എനിക്ക് കിട്ടി. ഈ കവിതയിൽ ഇപ്രകാരം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. തൊട്ടടുത്ത് നമ്മൾ താഴ്ന്നു പോകുന്ന അവസ്ഥയിൽ അവൻ നമ്മളെ പിടിക്കുമെന്ന് ഒരു ഉറപ്പുണ്ട്. അതാണ് വിശ്വാസം, അതാണ് ആധ്യാത്മികത. പത്രോസ് കടലിലേക്ക് താണു പോകുമ്പോൾ ഒരു സാധാരണ കടലൊന്നും അവനെ ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അവൻ മുക്കുവനാണ്, വെള്ളത്തിൽ കിടന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനാണ്. എന്നിട്ടും അവൻ പോലും ഭയന്നു പോയി. നമ്മൾ എത്ര എക്സ്പേർട്ട് ആണെങ്കിലും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട് എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. വലിയ വലിയ ജോലികളെല്ലാം ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ എനിക്കറിയാം, അത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായിട്ട് തൻ്റെ പണിക്കാരോടൊപ്പം കൂടെ നിന്നുകൊണ്ട് ആ സ്ഥലത്ത് വളരെ ദീർഘനേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കരുതി എത്രയോ ജോലികൾ ചെയ്ത് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്ത ഈ സഹോദരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അച്ഛാ, ഞാനല്ല പണിയുന്നത്, ദൈവമാണ് പണിയുന്നത്, ഞാൻ വെറും കരം മാത്രമാണ് എന്ന്. ദൈവത്തിൻ്റെ കരം കൂടിയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ടത്? പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം അവസാനിക്കുമ്പോൾ കടൽ ശാന്തമാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ തിരിച്ചടി നേടിയ അല്ലെങ്കിൽ തിരിച്ചടി നേരിട്ട പല രീതിയിലുള്ള സങ്കടങ്ങളിലൂടെയും ഭയങ്ങളിലൂടെയും കടന്നുപോയ ആളുകൾക്ക് ഒരു ആശ്വാസം തരുന്ന ഒരു വാചകമാണത്. കടൽ ശാന്തമായി, ശിഷ്യന്മാർ അവൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിച്ചുവെന്ന്. ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. അരുണിമ സിൻഹ എന്നൊരു പെൺകുട്ടിയെ കേട്ടിട്ടുണ്ടോ? 2011 ഏപ്രിൽ 12-ാം തീയതി ഉത്തർപ്രദേശിലെ ഒരു റെയിൽവേ ട്രാക്കിൽ വീണടക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഒരു കായിക താരമായ അരുണിമ സിൻഹയെ കാണുന്നത്. അവൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ കുറെ കൊള്ളക്കാരെ അവളെ ആക്രമിക്കുകയും അവളെ വലിച്ചെറിയുകയും അവൾ റെയിൽവേ ട്രാക്കിലേക്ക് വീഴുകയും തുടർന്ന് എതിരെ പോയ ഒരു ട്രെയിൻ അവളുടെ കാലിലൂടെ കടന്നു പോവുകയും ഒരു കാല് മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്നൊരു പോലീസുകാരനാണ് അവളെ രക്ഷിച്ച് അവളുടെ ആശുപത്രിയിൽ അവളെ എത്തിക്കുന്നത്. അരുണിമ സിൻഹ ഒരു വലിയ ഒരു കായിക താരമായിരുന്നു. ബാസ്കറ്റ് ബോൾ എന്തോ ആയിരുന്നു അവളുടെ ഈവൻ്റ് എന്ന് തോന്നുന്നു. അങ്ങനെ ജീവിതമെല്ലാം നഷ്ടമായി എന്ന് കരുതി അവൾ കിടക്കുമ്പോൾ അവൾ ഒരു വാർത്ത കാണുകയാണ് ടി വിയിൽ. ഒരു കാല് മാത്രമുള്ള ഒരു പുരുഷൻ എവറസ്റ്റ് കീഴടക്കിയെന്ന്. എല്ലാവരും അത്ഭുതത്തോടെ അവളെ അയാളുടെ ആ കഴിവിനെ പ്രകീർത്തിക്കുമ്പോൾ അരുണിമ സിൻഹ പറയുകയാണ്, ഞാനും എവറസ്റ്റ് കീഴടക്കും. ആളുകൾക്ക് ചിരിയാണ് വന്നത്. കാരണം ഒട്ടും ആരോഗ്യമില്ലാതെ മൃതപ്രായ കിടക്കുന്ന അവള് ഫുള്ളി റിക്കവേർഡ് ആവുന്നതിന് മുമ്പ് അവളുടെ ആഗ്രഹം എവറസ്റ്റ് കീഴടക്കാനാണ് എന്ന്. പക്ഷെ അവൾ പറഞ്ഞു, ഞാൻ ഇത് സ്വന്തമാക്കുമെന്ന്. പ്രിയമുള്ളവരെ, അവൾ കഠിനമായിട്ട് പരിശ്രമിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവൾ എവറസ്റ്റ് കീഴടക്കിയാണ്. വികലാംഗയായ ആദ്യ വനിത അരുണിമ സിൻഹ അവൾ എവറസ്റ്റ് കീഴടക്കുന്നു. അപ്പോൾ അവിടുത്തെ പത്രക്കാർ അവരോട് ചോദിച്ചു, ഇത്രയും വലിയ ഒരു സാഹസത്തിന് എങ്ങനെയാണ് ശക്തി ലഭിച്ചതെന്ന്. അവൾ പത്രക്കാരോട് പറഞ്ഞ മറുപടി ഇതാണ്, താഴെ വീണപ്പോൾ നഷ്ടപ്പെട്ടത് എൻ്റെ കാലുകളാണ്, എൻ്റെ മനസ്സല്ല. ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഏതു വലിയ ഉയരവും കീഴടക്കാമെന്ന്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒന്ന്, അവൻ ദൈവമാണ്, നമ്മുടെ ഈശോ ദൈവമാണ്, നമ്മുടെ കൂടെയുള്ള ദൈവം. സുവിശേഷം സാക്ഷ്യം നൽകുന്നത് അവൻ ദൈവമാണ്. അവനെ ആരാധിക്കണം. അവൻ ഏത് കടലിനെയും ശാന്തമാക്കാൻ ശക്തിയുള്ളവൻ. രണ്ടാമതായിട്ട്, ജീവിതത്തിൽ കടലും കഷ്ടപ്പാടും സങ്കടവുമെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ നേരെ നീട്ടിയ കരവുമായ ദൈവം കൂടെയുണ്ട്. ആ ഒരു ചിന്ത എല്ലാ പ്രതിബന്ധങ്ങളെയും നേടാൻ നമ്മളെ സഹായിക്കട്ടെ.
ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ